എല്ലാവർക്കും നമസ്കാരം. രേണു സുധി. ഇത് നിങ്ങളെല്ലാവരും കേട്ട് മടുത്തു എന്ന് അറിയാം. പല വീഡിയോയുടെയും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയാറുണ്ട് രേണു സുധിയെ വിട്ടുപിടിക്കുക. പക്ഷെ നമ്മളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒതുങ്ങി വരുമ്പോൾ വേറൊരു സൈഡിൽ കൂടി ചില ആൾക്കാർ രേണുവിൻ്റെ ഇപ്പോഴത്തെ ഈ കുന്തളിപ്പൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിധവകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് രേണു സുധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ രേണു സുധിയുടെ വാലാട്ടി, അതുപോലെ ശ്രീതു, ഇവർക്കെല്ലാം കാര്യങ്ങളും ഏകദേശം മനസ്സിലായി എന്താണ് സംഭവിക്കുന്നത്. രേണുവിനെ ഒരു കാരണവശാലും നന്നാക്കാൻ പറ്റില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലായി. പക്ഷേ അതിൽ വാലാട്ടി പറയുന്നു, ഞാൻ പറഞ്ഞു രേണു അത് അതുപോലെ അനുസരിക്കുന്നുണ്ട്, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് വാക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതേ സംബന്ധിച്ച് അവർ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ടൊരു വീഡിയോയും ചെയ്തു. അതിന് മറുപടി ഞാൻ പിന്നെ തരാം. ഇപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ, ഹെയ്തി സാദിയ നിങ്ങൾക്കറിയാമായിരിക്കും. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ ഈ ഹെയ്ദീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതായത് ഹെയ്ദി പഠിച്ച കോളേജിൽ വെച്ചിട്ട് ഒരു മോശമായിട്ട് ഇൻസിഡൻറ്റ്, അവർക്കവിടെ പഠിക്കാൻ പറ്റാത്ത ലെവലിൽ അവർ പഠിത്തം ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേ വ്യക്തിയിൽ നിന്ന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഷോക്കിംഗ് ആയിപ്പോയി. അത് വേറൊന്നും കൊണ്ടല്ല, പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് എന്ത് മെസ്സേജാണ് ഹെയ്ദി ഇതുവഴി കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എന്തായാലും ഹെയ്ദിക്ക് പറയാനുള്ള കാര്യം ഒന്ന് കേട്ട് നോക്കാം. നിങ്ങളിൽ പല ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ നിർത്തൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നിർത്താൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ അതാദ്യം മനസ്സിലാക്കുക. പക്ഷേ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഓൺലൈൻ മീഡിയകൾക്ക് ഓരോ ബൈറ്റുകൾ കൊടുക്കുകയും ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 ദിവസം കൊണ്ട് അവരൊരു ആൽബത്തിൻ്റെ പേരും പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, തോന്നിയവാസങ്ങൾ, വിളിച്ചു പറയുന്ന കാര്യങ്ങൾ, അതൊരു അക്ഷയ് എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ കൂടെ ചേർത്ത് നിർത്തിയിട്ട് അവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. കറക്റ്റ് പറയുവാണെങ്കിൽ പെട്ടുപോകുന്നത് ദാസേട്ടൻ കോഴിക്കോടും കൂടിയാണ്. ആള് ഈ ആൽബം അഭിനയിക്കാൻ വേണ്ടി വന്നു. അതിനുശേഷം പക്ഷേ ആൽബത്തിന് ശേഷം ഇവരുമായിട്ട് അങ്ങനെ ഒരുപാട് ഇഴുകിയ അഭിനയം കാര്യങ്ങളൊന്നും പുള്ളി ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. എന്നാൽ ഈ അക്ഷയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വെച്ചിട്ട് രേണു എന്തൊക്കെയാണ് ഓൺലൈൻ മീഡിയയിൽ കാണിക്കുന്നത്, ഓൺലൈൻ മീഡിയകൾക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് രേണു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അത് നിർത്താൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ സംസാരിക്കുന്നത്. ഒരു പരിധി വരെയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ ഈ രേണുവിൻ്റെ വാലാട്ടി, അതുപോലെ ശ്രീതു, ഇവരെല്ലാം തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഒരു പരിധി വരെയും റിയാക്ഷൻ വ്ളോഗുകൾ ചെയ്യുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരും കൂടി അതിന് ബാധിക്കപ്പെടുന്നുണ്ട്. ഈ രണ്ടുപേരും കൂടി അതിൽ ബാധിക്കപ്പെടുന്നുണ്ട്. ഇവർ രണ്ടും മാത്രമല്ല, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കൂടി അതിൽ ബാധിക്കപ്പെടുന്നുണ്ട്. നിരന്തരമായിട്ട് രേണുവിൻ്റെ വീഡിയോകൾ എടുത്ത് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഈ വ്യക്തികൾ മനസ്സിലാക്കുന്നത്. രേണുവിന് മനസ്സിലാവുന്നില്ല. രേണു ഈ കുപ്രസിദ്ധി ആഗ്രഹിക്കുന്നത് കൊണ്ട് രേണു ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അത് നിർത്തണമെങ്കിൽ ഞങ്ങളല്ല നിർത്തേണ്ടത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഞങ്ങളല്ല നിർത്തേണ്ടത്. രേണു വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതോ ഒരു ചെക്കനെ വിളിച്ച് നിർത്തി വീഡിയോ ചെയ്യിപ്പിക്കുന്നു. ആ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ അതെടുത്ത് പബ്ലിഷ് ചെയ്യുന്ന ഓൺലൈൻ മീഡിയകൾ ആ പരിപാടി നിർത്തുമോ, അന്ന് മുതൽ രേണു ഇത് നിർത്തും. അതാണ് സത്യം. അല്ലാതെ നിങ്ങൾ ഞങ്ങളെ വന്ന് തെറി പറഞ്ഞിട്ടോ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. നമ്മൾ ഈ ഓൺലൈൻ മീഡിയയിൽ, സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ എടുത്തു വെച്ച് സംസാരിക്കുന്നു, വിമർശിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നത് വിമർശനമല്ലേ? അല്ല, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ, ഈ ഓൺലൈൻ മീഡിയകളുടെയൊക്കെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കണം. നിങ്ങൾ എത്രമാത്രം തെറിയാണ് വിളിക്കുന്നത്. ഞങ്ങൾ തെറിയൊന്നും പറയുന്നില്ലല്ലോ. ഞങ്ങളുടെ വിമർശനം ഞങ്ങൾ വീഡിയോ ആയിട്ട് മാന്യമായിട്ട് അവതരിപ്പിക്കുന്നു. അത് ഞങ്ങളെ വന്ന് നിനക്കൊന്നും വേറെ പണിയില്ല, ഞങ്ങൾക്ക് വേറെ പണിയുണ്ടോ ഇല്ലെന്ന് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ഹെയ്ദി പറയുന്ന കാര്യങ്ങൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കേരളത്തിലെ ഏത് വിധവയാണ് ഹെയ്ദി പറയുന്ന കാര്യമായിട്ട് യോജിക്കുന്നത്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അത് നമുക്ക് എന്തായാലും ഹെയ്ദിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്നത് രേണു സുധി തന്നെയാണ്. മലയാളികളുടെ വിധവാ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയ ഒരു വ്യക്തിയാണ് രേണു സുധി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മലയാളികളുടെ വിധവാ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയ വ്യക്തിയാണ് രേണു സുധി. ഞാൻ ചോദിച്ചോട്ടെ, ഈ എൻ്റെ വീഡിയോ കാണുന്ന, ഞാനത് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അറിയില്ല, തെറ്റാണെന്ന് നിങ്ങൾ ക്ഷമിക്കുക, വിധവകളായിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ എത്രമാത്രം സങ്കടപ്പെട്ടായിരിക്കും ഓരോ ദിവസവും തള്ളി നീക്കുന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും മലയാളികളുടെ വിധവാ സങ്കല്പം തെറ്റിച്ച ഒരാളാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാവണം വിധവകൾ എന്നാണ് രേണു സുധി പഠിപ്പിക്കുന്നത് നിങ്ങൾ തോന്നിയിട്ടുണ്ടോ? എനിക്കറിയില്ല ഏത് വിധവകളാണ് അങ്ങനെ ചിന്തിക്കുന്നത്. മലയാളികളുടെ വിധവാ സങ്കല്പത്തെ പൊളിച്ചെഴുതിയ വ്യക്തിയാണ് രേണു സുധി. ഇതിൻ്റെയൊക്കെ പേര് വേറെയാണ് ഈ കാണിച്ചു കൊടുക്കുന്നതിന്. അതിന് ഒരു വിധവാ കാർഡ് എടുത്ത് വെച്ചേക്കാണ്. കേരളത്തിലെ വിധവകളെല്ലാം ഇതാണോ ചെയ്യുന്നത്? ഇതാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് എന്ന് കരുതിയിട്ട് അഭിനയിക്കേണ്ടെന്നോ, അല്ലെങ്കിൽ ജോലിക്ക് പോകണ്ടെന്നോ, വിധവകൾ വീട്ടിനകത്ത് അടച്ചിരിക്കണമെന്നോ ഒന്നുമല്ല, വെള്ളസാരി എടുത്തിരിക്കണമെന്നോ ഒന്നും അല്ല പറയുന്നത്. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇത് അഭിനയം എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ ആക്ഷൻ കട്ട് പറയുന്ന സമയത്തല്ല അഭിനയിക്കുന്നത്, അതിനുശേഷമാണ് രേണുവിന് അഭിനയം വരുന്നത്. ഇങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതുപോലെ ആവണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എനിക്ക് ഹെയ്ദി പറയുന്നതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല.
ബാക്കി കേൾക്കാം. വിധവയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സി ആണെങ്കിൽ വിഷമിച്ച് മൂലയ്ക്ക് ഇരിക്കണം എന്നുള്ള സങ്കല്പത്തെ കംപ്ലീറ്റ്ലി പൊളിച്ചെഴുതി സ്വന്തം കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്ത് അതിജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഹെയ്ദിയുടെ മാത്രം അഭിപ്രായമാണ്. അതായത് സ്വന്തം കോൺഫിഡൻസ് അല്ല, ഇത് ഓവർ കോൺഫിഡൻസ് ആണ്. അതായത് അവരുടെ ഇപ്പോഴും അവർ ഒരു മിഥ്യാധാരണ നിൽക്കുകയാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ഇറങ്ങിയ സമയം മുതൽ, അതുവരെയൊക്കെ കുറേയൊക്കെ സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ ഇറങ്ങിയ സമയം മുതൽ 99% ആൾക്കാരും രേണു എന്ന് പറയുന്ന വ്യക്തിയെ ചീത്ത പറയാൻ വേണ്ടി മാത്രമാണ് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുന്നത്. അത്രമാത്രം വെറുപ്പിച്ച് കഴിഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ കുറച്ച് പേര്, ഒരു 3-4 പേര് വന്നിട്ട് സ്ഥിരമായിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെഴുകാറുണ്ട്, നിനക്കൊന്നും വേറെ പണിയില്ല, നിനക്കൊന്ന് രേണുവിൻ്റെ പുറകെ നടക്കാതിരുന്നൂടെ. സുഹൃത്തുക്കളെ, ഞങ്ങൾ നടക്കുന്നതല്ല. ഞങ്ങൾ നടന്നില്ലെങ്കിലും ഇതിങ്ങനെ പോവുള്ളൂ. ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഒരു പരിധി വരെയൊക്കെ രേണുവിൻ്റെ സുഹൃത്തുക്കൾക്ക് പോലും കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അതല്ല അവർ പറയുന്നതാണ് ശരിയെന്ന് എല്ലാവരും സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരാരും മാറാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, മാറ്റാൻ നിങ്ങളാരാണ്? നമ്മളാരുമല്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ എടുത്തു വെച്ച് സംസാരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളത് കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. നിങ്ങൾ ഓരോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങളും ഞങ്ങളുടെ അഭിപ്രായം പറയുന്നത്. പക്ഷേ ഇവിടെ ഹെയ്ദി പറയുന്ന കാര്യത്തോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കേരളത്തിലെ വിധവകളുടെ സങ്കല്പം മാറ്റി എഴുതിയ വ്യക്തി, കോൺഫിഡൻസും ഉണ്ട്. ഇത് കോൺഫിഡൻസ് അല്ല, ഇത് ഓവർ കോൺഫിഡൻസ് ആണ്. ഓവർ കോൺഫിഡൻസിൻ്റെ അവസാനം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വീഴ്ചയായിരിക്കും. അത് ചിലപ്പോൾ ആ വീഴാൻ പോകുന്നതിന് മുൻപുള്ള ഒരു കയറ്റമായിരിക്കാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയേക്കാം. കുട്ടികളുടെ കാര്യം നോക്കണം, വീട്ടുകാരുടെ കാര്യം നോക്കണം. ആ ഒരു പേഴ്സൺ എത്താവുന്നതിന്റെ മാക്സിമം ആ വ്യക്തി എത്താൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ ഒരു ഫയർ, ഒരു സ്ത്രീയുടെ ഉള്ളിലുള്ള ആ ഒരു തീ, അത് രേണുസുതിയിൽ കാണുന്നുണ്ട്. അപ്പം ഇത്ര ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഹെയ്ദിയുടെ ഈ വാക്കുകൾ. ഹെയ്ദിയെ പോലെ ഒരാളിങ്ങനെ സംസാരിക്കുന്നത്. കേരളത്തിലെ ഭർത്താവ് മരിച്ചു പോയ ഒരു സ്ത്രീ മക്കളെ വളർത്താൻ വേണ്ടി, അമ്മേനെ അച്ഛനെ നോക്കാൻ വേണ്ടി അഭിനയിക്കാൻ ഇറങ്ങുന്നു. ഓക്കെ, ക്വൈറ്റ് നാച്ചുറൽ, എല്ലാവരും ചെയ്യുന്നൊരു കാര്യം. അല്ലെങ്കിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏത് ജോലിയും സ്വീകരിക്കാം, ഏത് ജോലിയും ചെയ്യാം, അതിന് ഒരു തടസ്സമില്ല. പക്ഷേ അഭിനയത്തിൻ്റെ പേരും പറഞ്ഞിട്ട് കാണിക്കുന്ന തോന്നിയവാസങ്ങൾ, വിളിച്ചു പറയുന്ന ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അതിനെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നവർ ദയവേത് അത് മനസ്സിലാക്കുക. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഞങ്ങൾ ആരും രേണുസുതിക്കെതിരല്ല, രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരല്ല. അവർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾക്കെതിരാണ്, അവർ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾക്കെതിരാണ്. നിങ്ങൾ എന്താണ് ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന വീഡിയോകളിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. നമുക്കിപ്പം വീഡിയോകൾ ഇഷ്ടംപോലെ ചെയ്യാം. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് കോണ്ടൻറ്റിൻ്റെ ഒരു ക്ഷാമവും ഇല്ല, ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട്. പക്ഷേ ഈ വിഷയം നിരന്തരം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിത് നിർത്തണം. ഇത് നിർത്താൻ വേണ്ടി തന്നെയാണ്. ഞാനിന്ന് രേണുസുതിയുടെ ഒരു വീഡിയോ പോലും വെക്കാത്തതിന് കാരണം എന്താണ്? അത് വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ബാക്കി അധികം പുള്ളി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ഐ തിങ്ക് രേണുസുതി കംപ്ലീറ്റ്ലി ഇതിൽ നിന്നൊക്കെ വിട്ടുമാറി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ എല്ലാ അക്കൗണ്ടും ഡിലീറ്റ് ചെയ്ത് ഒരിടത്തും വിസിബിൾ ആവാണ്ട് വീടിന്റെ മൂലയ്ക്ക് ഒരു വൈറ്റ് സാരി എടുത്ത് കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിൽക്കേണ്ട മനുഷ്യന്മാരൊക്കെ ഹാപ്പി ആയിരിക്കുമോ? ഇതാണ് തെറ്റിദ്ധാരണ. ഹെയ്ദി പറയുന്ന ഈ ഒരു പോയിന്റ് രേണുവിനോട് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. രേണു ഈ പറയുന്ന ലൈം ലൈറ്റിലേക്ക് വരുന്ന സമയത്ത് പോലും, രേണു നാടകം ചെയ്യാൻ പോകുന്ന സമയത്ത് പോലും ഒരാൾ രേണുവിനെ വിമർശിച്ചിട്ടില്ല. എല്ലാവരും രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. രേണുവിനെ എപ്പോഴാണ് വിമർശിച്ച് തുടങ്ങിയത്? രേണുവിൻ്റെ സംസാരം, രേണുവിൻ്റെ പ്രവൃത്തി, രേണുവിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഈ പറയുന്ന കോപ്രായങ്ങൾ കാണിച്ചു തുടങ്ങിയ സമയം മുതലാണ് രേണുവിനെ ആൾക്കാർ വിമർശിച്ചു തുടങ്ങിയത്, കമൻറ്റ് ബോക്സിൽ പോലും. അത് കഴിഞ്ഞിട്ടാണ് റിയാക്ഷൻ വീഡിയോ ആൾക്കാർ എടുത്തു തുടങ്ങിയത്. എന്നിട്ടും ബിഗ് ബോസിൽ പോയിട്ട് വന്ന രേണുവിനെ, ബിഗ് ബോസിൽ പോയിട്ട് ഇറങ്ങിയ രേണുവിനെ ഒരു 1-2 ആഴ്ച വരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. കാരണം രേണുവിന് മാറ്റങ്ങൾ കണ്ടുവെന്ന് തോന്നിയിട്ട്. പക്ഷേ മാറിയിട്ടില്ല. അത് വെറും ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു എന്ന് പിന്നെയാണ് മനസ്സിലായത്. അതിനുശേഷം പിന്നെ ഓരോ മീഡിയകൾക്കും രേണു വീഡിയോകൾ അയച്ചു കൊടുക്കുകയാണ്. ഒരാളെ നിർത്തും, അയാളെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കും, രേണുവിന് ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ അവരെ കൊണ്ട് ചോദിപ്പിക്കുന്നു, ആ വീഡിയോ എടുത്തിട്ട് പല പല ചാനലുകൾക്ക് അയച്ചു കൊടുക്കുന്നു. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ചാനലുകളുടെ ലാഭം എന്താണ്? അവർ രേണുവിനെ കാണാൻ പോലും പോകണ്ട. ആകെ രേണുവിനെ കാണാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ എയർപോർട്ടിൽ മാത്രമാണെന്ന് തോന്നുന്നു. ബാക്കി എല്ലായിടത്തും ഒരാളുടെ വോയിസ് ആണ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് വീഡിയോ എടുത്താലും, ഏത് ചാനലിൻ്റെ വീഡിയോ എടുത്താലും. അതുകൊണ്ടാണ് ഇത്രയധികം ചാനലുകൾക്ക് രേണുവിൻ്റെ വീഡിയോ പോകുന്നത്. എന്തുകൊണ്ടാണ്? കാണാൻ ആൾക്കാരുള്ളതുകൊണ്ട്. നിങ്ങൾ തെറി പറയാനാണെങ്കിൽ പോലും രേണുവിൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും രേണുവിന് മൈലേജ് വരുന്നത്. നിങ്ങൾ എന്ന് രേണുവിൻ്റെ വീഡിയോ കാണാൻ നിർത്തുമോ, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് നിർത്തുമോ, അന്ന് മുതൽ രേണുവിൻ്റെ ഡിമാൻഡ് താഴും. ഒരു സംശയം വേണ്ട. ഇന്നലെ ഞങ്ങൾ വിവിയുടെ ചാനലിൽ ഞാനും മനുവും കൂടി ഞങ്ങൾ 3 ആളും കൂടി ജോയിൻ ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു പോയിൻ്റാണ്, ഒരു അമ്പലത്തിൽ പോയി നിന്നിട്ട്, ഒരു ഷൂട്ടിംഗ് സമയത്ത് അമ്പലത്തിൽ നിന്നിട്ട് അവിടെ കിസ് ചെയ്യുന്നു. അത് ചെയ്യാൻ വേണ്ടി ഡയറക്ടർ പറയുമ്പോൾ രേണു ചോദിക്കുന്നത്, ഇത് അമ്പലമല്ലേ? അവിടുത്തെ ഭാരവാഹികൾ എന്തുകൊണ്ടത് വിലക്കിയില്ല? വിശ്വാസികൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? ബാക്കി എല്ലാത്തിനും കയറി ഇറങ്ങാറുണ്ടല്ലോ അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? അതുപോലെ ഉത്രാളിക്കാവ് പോലൊരു അമ്പലത്തിനകത്ത് അവിടെ രേണുവിനെ വിളിച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല രേണു അതിന് മാത്രം എന്താണ് പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന മെസ്സേജ്. ഇവിടെ ഒരുപാട്
നമ്മുടെ സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഒന്നും ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഒരു ഇനാഗുറേഷന് വിളിക്കാതെ നിങ്ങൾ രേണുവിനെ കൊണ്ട് ഇനാഗുറേറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാം 10 ആളെ അധികം അറിയണം, ഇത് തന്നെയല്ലേ? അതിനുവേണ്ടി വന്ന് ഉത്രാളിക്കാവ് പോലൊരു അമ്പലത്തിൽ വന്ന് കാണിച്ച ഡാൻസ്, അത് ഒരു വിശ്വാസിക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് കാണാൻ വേണ്ടി ആൾക്കാർ പോയിരിക്കുന്നുള്ളതാണ്. ഈ പോയിരുന്ന് കണ്ടവർ തന്നെ എന്ത് ചെയ്യുന്നു? തിരിഞ്ഞൊന്ന് കുറ്റവും പറയുന്നു. എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല, എൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കിയേക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം രേണു ചേച്ചി വിധവകളായവർക്കും അതുപോലെ തന്നെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവർക്കും കൊടുക്കാൻ ശ്രമിക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല, സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അതെ അതെ അതെ, വിധവകളായിട്ടുള്ള ആൾക്കാരും ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാരും സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ട് ഇതുപോലെ കുന്തളിപ്പ് കാണിക്കാൻ വേണ്ടി ഇറങ്ങണം. ഇതാണ് രേണു കൊടുക്കുന്ന മെസ്സേജ് അല്ലേ? അതല്ലേ ഹെയ്തി ഉദ്ദേശിക്കുന്നത്? നിങ്ങളെപ്പോലെ അത്യാവശ്യം ബോധമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പൊതുജനം പ്രതീക്ഷിക്കില്ല, ഒരിക്കലും. ഒരുപക്ഷെ നിങ്ങളിത് ചെയ്തത് രേണുവിൻ്റെ ഇപ്പോഴത്തെ ഒരു സപ്പോർട്ടൊക്കെ കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ തെറ്റിപ്പോയി, സമയം മാറിപ്പോയി. കുറച്ച് നാൾ മുൻപാണ് ചെയ്തെങ്കിൽ കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സപ്പോർട്ട് വളരെ കുറവായിരിക്കും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഹേതി, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. വളരെ മോശമായി പോയി. രേണു സുധി ഈസ് ഗ്രോയിങ് അപ്പ്. ഓരോ ദിവസവും അവർ അവരുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുകയാണ്. റീസെന്റ് കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നത്. ഞാൻ രേണുവിനോട് പറയുന്നത്, നമ്മൾ വളരണം എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് അല്ല, അതിന്റെ അപ്പുറത്തെ നെഗറ്റീവ് വന്നാലും നമ്മൾ തളരരുത്. ഇതിനെയാണ് പറയുന്നത് സിസ്റ്റർഹുഡ്, സോളിഡാരിറ്റി എന്ന്. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീ കൊടുക്കുന്ന മോട്ടിവേഷൻ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓരോ സ്ത്രീക്കും ആശ്വാസമാണ്. എല്ലാവർക്കും പീസ്ഫുള്ളി കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാൻ പറ്റും. ആയിക്കോട്ടെ, ഇപ്പോൾ കാണിച്ച വീഡിയോ ഏതൊരു ആൻറ്റി രേണുവിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. അത് ആരാണെന്ന് എനിക്കറിയില്ല. അവർക്ക് രേണുവിനെ നേരിട്ട് അറിയുമോ, രേണുവിനെ കുറിച്ച് അറിയുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ രേണുവിൻ്റെ സുഹൃത്ത്, ഇപ്പോൾ ഹേതി ഒരു സ്ത്രീയുടെ വീഡിയോ കാണിച്ചു, ആ കാണിച്ച ആളാരാണെന്ന് ഹേതിക്ക് അറിയില്ല. അതേസമയം രേണുവിൻ്റെ ഉറ്റ ചങ്ങാതി രേണുവിനെ കുറിച്ച് പറയാൻ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാനത് കംപ്ലീറ്റ് വയ്ക്കുന്നില്ല, കാരണം എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്തതുകൊണ്ട്, അതുകൊണ്ട് ഞാനത് ഫുള്ള് വയ്ക്കുന്നില്ല. രേണുവിൻ്റെ ഉറ്റ ചങ്ങാതിയായ ശ്രീതു രേണുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് കേട്ട് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രേണുവിനെ കുറിച്ചാണ് കേട്ടോ. നിങ്ങൾ പലർക്കും അറിയായിരിക്കും, ഞാൻ രേണുവിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ റീൽസും അല്ലെങ്കിൽ ഓരോ വീഡിയോസും എനിക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. കാരണം അത്രയും കോപ്രായങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് 2 വാക്ക് പറയണമെന്നുണ്ട്. അതിന് മുന്നേ ഇത്രയും മതി. കോപ്രായമാണ് എന്ന് രേണുവിൻ്റെ ഉറ്റ ചങ്ങാതി തന്നെ പറയുന്നുണ്ട്. ഇതിലപ്പുറം എന്ത് തെളിവ് വേണം ഹേതിക്ക്? നിങ്ങൾ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കരുത്. അത്യാവശ്യം വാല്യൂ നിങ്ങൾക്ക് നാട്ടുകാർ തരുന്നുണ്ട്, നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തരുന്നുണ്ട്. അപ്പോൾ അത് നശിപ്പിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഹേതിയോട് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഹേതിയുടെ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കേരളത്തിലെ വിധവകളായിട്ടുള്ള ആൾക്കാർ പറയുക. ഹേതി പറയുന്ന കാര്യത്തിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ? വിധവകളായിട്ടുള്ള അല്ലെങ്കിൽ ഹസ്ബൻഡ് വിട്ടിട്ട് പോയ ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പറയുക. ഹേതി ഈ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.